C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വീണ്ടെടുക്കണമെങ്കിൽ ഇത്തിരി ഗുണ്ടായുസൊക്കെ കൂടിയേ കഴിയും. ഇനിയിപ്പോ അധികം ആരും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഒരുപാട് ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തികളും നടത്തുന്നുണ്ട് ഈ സത്യഭാമ. അനാഥാലയങ്ങളിൽ അന്നദാനവും സൗജന്യ ചികിത്സയും അനാഥ കുട്ടികളുടെ പഠിപ്പും ഒക്കെ ആയിട്ട്. അതിനൊക്കെയുള്ള പണം വല്ലവരും കബളിപ്പിച്ചെടുത്താൽ സത്യഭാമയെന്നല്ല, ദൈവം പോലും ക്ഷമിക്കില്ലെന്ന് ഞാൻ പറയും. നോക്കൂ, ശാരദാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനൊരു പോംവഴി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞു കേട്ടത് വെച്ച് ഇനി ആ രാജേശ്വരി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അവര് 10 ലക്ഷം ചോദിച്ച് വീണ്ടും വന്നാൽ ശാരദാമ്മ എന്തു ചെയ്യും? 3 മക്കളെയും കൂട്ടിപ്പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. പലിശ എങ്കിലും കൃത്യമായി അടയ്ക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ സത്യഭാമയുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന എന്റെ അഭിപ്രായം. ശാരദാമ്മ ആലോചിച്ചൊരു തീരുമാനം എടുക്കും. അമ്പല കമ്മിറ്റിയുടെ ഒരു യോഗമുണ്ട്, ഒന്ന് പോണം. വന്നിട്ട് ശാലിനി മോളെ ഒന്ന് കാണാൻ പറ്റില്ല. അവള് ഹോട്ടലില്, വിളിക്കട്ടെ? വേണ്ട, സംസാരിച്ചു നിന്നാ സമയം തെറ്റും. ഇനി വരുമ്പോ ഞാൻ കണ്ടോളാം. അല്ലെങ്കിൽ അവളോട് ഇടയ്ക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറയേ. ശരി ശരി. കുറുപ്പ് സാറേ, ഞാൻ പറഞ്ഞ കാര്യം 10 ലക്ഷത്തിന്റെ കാര്യം ശാലിനി അറിയില്ല. പോരെ, ഞാൻ ഇറങ്ങട്ടെ. അധികം ആലോചിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുറുപ്പ് സാറ് പറഞ്ഞത് വിശ്വസിക്കുക. എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളല്ലേ അദ്ദേഹം. ചിലപ്പോ നടക്കും. പണം കടം വാങ്ങുന്നെങ്കിൽ ഇപ്പൊ തന്നെ വേണം. രാജേശ്വരി എപ്പോഴായി പടി കടന്ന് വീണ്ടും വരിക എന്നറിയില്ല. ഈശ്വര, ശാലിനി ഈ വിവരം അറിഞ്ഞ എല്ലാം തീർന്നു. പുറത്തേക്ക് എങ്ങാനും പോവാണോ? ഞാനിവിടെ പോവാനാ, ഹോട്ടലിലേക്ക് ഇറങ്ങിയതാ. നീ എന്തെങ്കിലും പോന്നേ? ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു കോയമ്പത്തൂരില് കോച്ചിങ്ങിന് വന്ന പ്രൊഫസറുടെ. അമ്മ ഇപ്പൊ ഹോട്ടലിലേക്കൊന്നും പോണ്ട, കാല് വയ്യാതിരിക്കല്ലേ, കുറച്ചേരം പോയി കിടക്കാൻ നോക്ക്. ഒന്ന് പോവണേ, ഇതിനകത്ത് അടച്ചു മൂടി ഇരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. ആ ഹോട്ടലിൽ മണം അടിച്ചില്ലെങ്കിലാ എനിക്ക് സുഖക്കുറവ്. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ അമ്മയുടെ ഇഷ്ടത്തിന് ചെയ്യും. ചേച്ചി, മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? ഞാനാ പറഞ്ഞതെന്ന് മൂന്നാമതൊരാൾ അറിയരുത്. പ്രത്യേകിച്ച് സത്യാമ്മ അറിഞ്ഞ എന്റെ തലയെടുക്കും. ചേച്ചി കാര്യം പറയേ. ആരോടും പറയില്ലെന്ന് സത്യം ചെയ്തതാ മോള്. ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ ആരോടും പറയില്ല. എന്റെ ഒരു കൂട്ടുകാരിയാ ഇപ്പൊ വസുമതി കുഞ്ഞമ്മയുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുന്നത്. അവള് പറഞ്ഞുള്ള അറിവാ. അവിടെ അർജുൻ സാറിന് വേറെ കല്യാണം ആലോചിക്കുക. കുറച്ചുനാളായി ആലോചനകൾ തുടങ്ങിയിട്ട്.
കാരണം നിങ്ങളൊരു കുറുക്കനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുറമ്പോക്കിലാണ് പാർപ്പെങ്കിലും ഉദയഭാനുവിന്റെ ഭൂമിക്ക് പട്ടയമുള്ള വിവരം നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ദേശീയപാതയോരത്തെ ഭൂമിക്ക് കോടികൾ മതിപ്പ് വിലയുണ്ടെന്നറിയാതെ നിരക്ഷരനായ ഉദയഭാനു അത് ഭൂതനിധി കാക്കുന്ന പോലെ സൂക്ഷിച്ചതാ. ആ നിധി ചുളിവിൽ സ്വന്തമാക്കാനുള്ള നാടകമായിരുന്നു നിർധന യുവതിക്ക് നിങ്ങൾ മകൻ വഴിയൊരുക്കിയ താലിഭാഗ്യം. പക്ഷെ പുതിയ റോഡിന് സ്ഥലമെടുപ്പ് വന്നപ്പോ ഉദയഭാനുവിന്റെ വസ്തു അന്യാധീനപ്പെട്ടുപോയി. കിട്ടിയത് സർക്കാർ വക നക്കാപ്പിച്ച കാശ്. അപ്പോഴാണ് മരുമകള് കാർത്തിക നിങ്ങൾക്ക് വെറും കരിമ്പൻ ചണ്ടി ആയത്. മോൻ ഇതെല്ലാം എങ്ങനെ? എടോ, എല്ലാരും എല്ലാം അറിയുന്നുണ്ട് നായരെ. ആ സാധു പെൺകുട്ടിയുടെ ദേഹത്ത് നിങ്ങളുടെ മകൻ കൈവച്ചത് മുതൽ അടുക്കളയിൽ അബദ്ധത്തിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്നത് വരെ. അതിനുള്ള കൂലി ഇവനൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട് കൂടിയാ ഞാനിപ്പോ ഇവിടെ നേരിട്ട് വന്നതേ. മോനെ വിഷ്ണുവോനെ, എന്റെ മിണ്ടിപ്പോരുത്. തനിക്കൂടി തരാനുള്ളത് ഹോൾസെയിലായിട്ട് ഇവനോടി കൊടുക്കുന്നേ കേട്ടോ. അയ്യോ, പെണ്ണ് കാണാൻ ഇറങ്ങിയതല്ലേ, സാരില്ല. ചോര ശുഭലക്ഷണമല്ലേ. ഇത് വെച്ചോ, നിന്റെ ആശുപത്രി ചെലവിന്. സത്യാമ്മയ്ക്ക് എല്ലാത്തിനും കണക്കുള്ളതാ. പിന്നെ ഇതെന്ത് പറ്റിയതാണെന്ന് പോലീസുകാരോ ഹോസ്പിറ്റലുകാരോ ചോദിച്ചാ പറഞ്ഞേക്കണം, പെണ്ണെന്ന് പറഞ്ഞ പണമെന്ന് മാത്രം കരുതുന്ന നിന്നെ പോലുള്ള ഭൂലോക ചെറ്റകൾക്ക് വേണ്ടി ഈ വിഷ്ണു അണ്ണൻ ഒരു പൂജ നടത്തിയാണ് കേട്ടാ. ഇതൊരു ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൂട്ടിയാ മതി. ഇനിയും പിരിക്കാൻ വരണമല്ലോ. അപ്പൊ രമേശൻ നായരെ, അപ്പൊ നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. തിരികെ വേണ്ടെന്ന് പറഞ്ഞ എന്റെ അമ്മ തന്ന 2 ലക്ഷം അത് വേണ്ട. അതിപ്പോ ഏതെങ്കിലും അമ്പലത്തിൽ കാണിക്കിട്ടതാണ് നമ്മ കരുതിക്കോളൂ. പിന്നെ പലിശയ്ക്ക് തന്ന 5 ലക്ഷം അത് കിട്ടിയേ പറ്റും. എപ്പ തരുന്ന? അതിപ്പോ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ അക്രമം കാണിച്ചാല് തന്നോട് ഞാൻ കാണിച്ചില്ല, അപ്പൊ കാണിക്കട്ടെ. ഇതാണ് സത്യാമ ഉണ്ടായത്. പാവം എന്റെ കുഞ്ഞ് 2 ആഴ്ച ആശുപത്രി കിടന്നത്. ഹോസ്പിറ്റൽ ബില്ല് തന്നെ 13,000 രൂപയായി. ഇപ്പൊ തന്നെ താങ്ങിയും തൂങ്ങിയും എണീറ്റ് നിൽക്കുന്നേ ഉള്ളൂ. ഉള്ളു മൊത്തം കലങ്ങിയിരിക്കുക. ഞാനിപ്പോ എന്ത് വേണമെന്നാ രമേശൻ നായർ പറയുന്നേ? ആശുപത്രി കാശ് തരണോ, അതോ വിഷ്ണുവിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണോ? എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? അയ്യോ, അതൊന്നും വേണ്ടായേ. ഇവിടുന്ന് വാങ്ങിയ ആ 5 ലക്ഷം തിരിച്ചടയ്ക്കാൻ കുറച്ച് സാവകാശം വേണം. ആ ഒരു ഉപകാരം മാത്രം ചെയ്താ മതി. ശരി, എത്ര സമയം വേണം സാവകാശം? രമേശൻ നായർ പറ. ഒരു 6 മാസം ചോദിക്കട്ടെടാ. ഒരു 2 വർഷം ചോദിക്കേ. അപ്പൊ എവിടെ നിർത്ത് കൊടുക്കാനാടാ? അതപ്പോഴല്ലേ, അപ്പൊ നമുക്ക് തേക്കാൻ വേറെ വഴിയുണ്ടാക്കാച്ച. എന്താ ആലോചന കഴിഞ്ഞില്ലേ ഇതുവരെ? ഒരു വർഷം. ഓ, അല്ല, വിഷ്ണു എത്ര സമയാ തന്നത്? 1 മാസമേ തന്നോളൂ സത്യാമ്മേ. ശരി, നിങ്ങൾ ഇത്രയും പറഞ്ഞ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ അതങ്ങ് മാറ്റാം. സത്യാമ്മ അകത്തോട്ട് എല്ലാം പറഞ്ഞു. വരും.
സത്യമേ. ജയ ദാ കൊടുക്ക. വാ അങ്ങോട്ടിരിക്ക. പറഞ്ഞു, എന്താ വിഷയം? എന്റെ പേര് ശാരദ. എല്ലാരും ശാരദാമ്മയെന്ന് വിളിക്കും. ഞാൻ വിളിക്കില്ല. കാര്യം പറ ശാരദ. സമയത്തിന് വിലയുള്ളതാ എനിക്കും നിങ്ങൾക്കും. ഒരു ഹോട്ടൽ നടത്തിയാ ഞാൻ ജീവിക്കുന്നത്. ഞാനും 3 പെൺമക്കളും. അവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ ഭർത്താവ് ഞങ്ങളെ വിട്ടു പോയതാ. മരിച്ചുപോയോ? അല്ല, വേറെ കല്യാണം കഴിച്ചു. ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. പറഞ്ഞു, അധികം നീട്ടണ്ട. വീടും കടയിരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ഇപ്പൊ ഞാനും പ്രായം തികഞ്ഞ 3 പെൺമക്കളും അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന ആവശ്യം. സ്ഥലത്തിനൊരു വില നിശ്ചയിച്ച് 10 ലക്ഷം രൂപ അദ്ദേഹം എന്നെ പിടിച്ചേൽപ്പിച്ചു. പക്ഷെ ആ പണം ബൈക്കിൽ വന്നൊരു കള്ളൻ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പോലീസിൽ പരാതിപ്പെട്ടില്ലേ നിങ്ങള്? പോലീസുകാര് പരാതി വാങ്ങിയില്ല. വാങ്ങിയില്ലെന്നോ? ബെസ്റ്റ്. വിളിച്ചു പറയാൻ ആളില്ലായിരിക്കും. ശരി ശരി, ഇപ്പൊ ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. എനിക്ക് പുറത്തൊരാളെ കാണാൻ പോകാനുള്ളതാ. ഇപ്പൊ ആ 10 ലക്ഷം തിരികെ ചോദിച്ച് ഞങ്ങളെ ശ്വാസം മുട്ടിച്ചോണ്ടിരിക്കുക. ആ പണം മടക്കി കൊടുക്കാനായില്ലെങ്കിൽ എന്നെയും മക്കളെ അവിടെ നിന്ന് ഇറക്കി വിടും അവര്. എനിക്കും 3 പെൺമക്കൾക്കും പിന്നെ പെരുവഴിയുള്ളൂ ശരണം. ഇവിടെ വന്ന് പറഞ്ഞ സഹായിക്കുമെന്ന് എല്ലാരും പറഞ്ഞു. എന്നു പറഞ്ഞ 10 ലക്ഷം രൂപ ശാരദയ്ക്ക് തരണമെന്നാണോ? അതെ, കടവായിട്ട്. പലിശ ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. നടക്കില്ല ശാരദ. നിങ്ങൾക്ക് കാശ് തരില്ല ഞാൻ. കണ്ണീരിന്റെ നനവുള്ള കഥയൊക്കെ തന്നെയാ ശാരദ പറഞ്ഞത്. ആർക്കും ഒരു സഹതാപം തോന്നും. അത് നിങ്ങൾ അവതരിപ്പിച്ച രീതിയും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ കഥയിൽ അവിടെ ചില പൊരുത്തക്കേടുകളുണ്ട്. ഉദാഹരണമായി, ഇത്രയും വർഷം ആ ഭൂമിയും വീടും ഒന്നും വേണ്ടാന്ന് വെച്ച ഭർത്താവ് പെട്ടെന്നൊരു ദിവസം അത് ആവശ്യപ്പെട്ട് കയറി വരുന്നു. രണ്ടാമതായി, ആ പണം കളവ് പോയെന്ന് പറഞ്ഞ രീതി. പിന്നെ പോലീസ് പരാതി വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ 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 ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഈ താലിയാ. ഈ താലി സത്യമായിട്ടും പറയുന്നത് സത്യമായിരിക്കാം. പക്ഷെ അവിടം കൊണ്ട് എന്റെ പ്രശ്നം തീരുന്നില്ല ശാരദ. പണമില്ലെന്നും പറഞ്ഞ് ശാരദയെ മടക്കി അയച്ച ഇപ്പൊ മാത്രം എനിക്ക് ശാരദയുടെ കണ്ണീര് കണ്ടാ മതി. അല്ലെങ്കിൽ എന്നും ശാരദയുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരും. അതാണ് പ്രശ്നം. പലിശയ്ക്കുള്ള പണമല്ലേ, ഔദാര്യമൊന്നും അല്ലല്ലോ. ഒരു ബുദ്ധിമുട്ട് വന്ന സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അങ്ങനെ വേണം ഈ പണത്തെ കാണാൻ. എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഒരു സങ്കടവും വേണ്ട. മുതലും പലിശയും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാമെന്ന് ശാരദാമ്മ സ്വന്തം താലി തൊട്ട് സത്യം ചെയ്തതല്ലേ. പണം തിരികെ തരൂന്ന് ഉറപ്പുണ്ടെന്ന് ചുരുക്കം. ശാരദാമ്മ പണം കൈവശം വെക്കുന്നതിന്റെ പ്രതിഫലമായി ഞങ്ങള് പലിശയും വാങ്ങുന്നുണ്ടല്ലോ. ആ പണം ഇവിടെ പെട്ടി പൂട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാ? ഒന്നുമില്ല. നമ്മൾ തമ്മിൽ പരസ്പരം ഒരു ബിസിനസ് ഉറപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി പറ,
എന്താ സമ്മതമല്ലേ ശാരദാമ്മയ്ക്ക്? സമ്മതമാണ്. മീറ്റിംഗിന് മിനിസ്റ്റർ എത്തിയെന്ന് തോന്നുന്നു. ശാരദാമ്മേ, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പുതിയ റോഡിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയാ. പണം പിള്ളച്ചേട്ടൻ എടുത്തു തരും. വാങ്ങിച്ചിട്ടേ പോകാവൂ. ആ രാഘവേട്ട, പോയിട്ട് വരാമേ. ആ പറയണം സാർ, ഞാനിതാ എത്തി. ശാരദാമ്മ നിൽക്കുക, ഞാനിപ്പോ പണം എടുത്തോണ്ട് വരാം. ആശാനെ, ഇത് അത് തന്നെ. ഏട്ടത്തിയമ്മ സ്വന്തം അമ്മായിയമ്മയെ കാണാൻ വന്നതാ. ആ സുസ്മിത കൊച്ചിനെ ആശാന് കണ്ടുവച്ചിട്ടുള്ള സത്യാമ്മയെന്ന് ഏട്ടത്തിയമ്മയുടെ തലമണ്ട അടിച്ചു പൊളിക്കുന്നുള്ളത് ഉറപ്പാ. അർജുനേട്ടൻ തന്ന ലൊക്കേഷൻ ഇത് തന്നെയാ. എന്റെ ദൈവമേ, ഇന്ന് കനത്ത ഇടിക്കും മഴയ്ക്കുള്ള സാധ്യതയാണല്ലോ. ഒന്നും മിണ്ടാതിരിടാ, പേടിപ്പിക്കാതെ. ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് എനിക്കറിയാമോ. ആശാന്റെ ഹൃദയപ്രാണേശ്വരിയല്ലേ, നേരിട്ടങ്ങ് ചോദിച്ചറിഞ്ഞാ മതി. ഞാൻ നീ വാ 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 വാ. ആശാനെ, ഇങ്ങോട്ട് കയറി നിന്നത് നന്നായി. കനത്ത ഇടിക്കും മഴയ്ക്കും കൊടുങ്കാറ്റിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആര് പറഞ്ഞു? ആര് പറയണം? ദേ അങ്ങോട്ട് നോക്ക്. അമ്മേ, എടമ്മ, ഈശ്വരാ. ആശാനെ, ഇവിടെ ഒരു കസേര കൂടി കിട്ടൂ. അതെന്തിനാ? രണ്ടാള് മുഖാമുഖം കണ്ടാൽ ഒന്നാം തരം ഒരു അംഗമുണ്ടാകുമല്ലോ. അതൊന്ന് റിലാക്സ് ചെയ്ത് കാണാനാ. മനുഷ്യോട് തീ പിടിച്ചു നോക്കുമ്പോൾ അവന്റെ ഒരു കോമഡി. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഒരുപാട് നന്ദിയുണ്ട് ശാലിനി. ശാലിനി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഏതായാലും അമ്മ ഇവിടെ ഇല്ലാത്തത് നന്നായി. ശാലിനിയെ കണ്ട അമ്മ എങ്ങനെ പ്രതികരിക്കാന്നറിയില്ല. ആളൊരു പഴഞ്ചൻ ചിന്താഗതിക്കാരിയാ. ആശാനെ, ആശാൻ ശരിക്കും ഉള്ളതാണോ അതോ മായയാണോ? അതെന്താടാ? അല്ല, ഏട്ടത്തി അമ്മയ്ക്ക് ഈ വീട്ടിലെ പൂച്ച കുഞ്ഞിനെ വരെ അറിയാമെന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ ആശാനെ മാത്രം അറിയില്ല. വല്ലാത്തൊരു വിരോധാഭാസം തന്നെ. പ്രീതിയുടെ അമ്മ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ കയറി വന്നേനെ. ആ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്താലും അത് എനിക്കൊരു പ്രശ്നമല്ല. പ്രീതിയുടെ കരയുന്ന മുഖം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. ആ കണ്ണീര് തുടയ്ക്കാൻ ഞാൻ എന്തും ചെയ്യും.
ഇവളാള് പുലി തന്നെ കേട്ടാ. വിഷ്ണുവിന് പറ്റിയ പെണ്ണ. പറഞ്ഞില്ലേ, ഒരനിയത്തിയുടെ കടമയാ ഞാൻ ചെയ്ത. അത്ര തന്നെ. അനിയത്തിയായിട്ട് അല്ല, വേണമെങ്കിൽ എഴുത്തിയായിട്ട് കൂട്ടാം. അതെന്താ പ്രീതി അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മളെ തമ്മിൽ പ്രായത്തിന്റെ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അത് വെച്ചൊരു തമാശ പറഞ്ഞതാ. ഓ അത് ശരി. എന്നാ പിന്നെ ഞാൻ പൊക്കളെ. ഓൾ ദി വെരി ബെസ്റ്റ്. ശരി. എന്നാ പിന്നെ ഞാനിനി പോക്കോട്ടെ. നീ എവിടെയെങ്കിലും പോയി തോലേടാ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോടെ. അത് കൊള്ളാം. ഇത്രയും സമയം എന്നെ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട്. പ്രീതി ഒരു മിനിറ്റ്. ആഹാ, ആരാ ഇത്? ഇതെപ്പോ വന്നു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അല്ല, ആരാണ് ഇവിടെ ഇപ്പൊ വന്നിട്ട് പോയത്? ആര് വരാൻ? അല്ല, ആരോ ഇപ്പോ സ്കൂട്ടിയിൽ പോകുന്ന കണ്ടല്ലോ. ഓ അതോ? അത് പാഴ്സൽ സർവീസിൽ നിന്നാ. പാഴ്സലാ? ആ, അമ്മയ്ക്കൊരു പാഴ്സൽ ഉണ്ടായിരുന്നു. പക്ഷെ രൂപം കണ്ടപ്പോ ഒരു പെണ്ണിനെ പോലെ ഉണ്ടായിരുന്നു. ദേ, അപ്പൊ വന്നത് ശാലിനിയാണെന്ന് ഏട്ടന് മനസ്സിലായല്ലോ. അതും ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ എന്റെ പൊന്നേട്ടാ, എന്റെ അടുത്ത് എന്തിനാ ഈ കള്ളക്കളി? ചോദിക്കാനുള്ളത് നേരെ അങ്ങ് ചോദിച്ചാ പോരെ. അതിനെന്തിനാ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പിടിക്കുന്നേ? എന്നാ പറ, അവളെന്തിനാ വന്നേ? അത് പിന്നെ എന്താടി? അർജുനേട്ടൻ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് കേട്ടു. ശരിയാണോ? അമ്മ എന്തോ ആലോചനയൊക്കെ നടത്തുന്നു കേട്ടു. പക്ഷേ ഞാനത്... അർജുനേട്ടൻ ഇപ്പൊ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ ചാവും. എന്റെ ഈ താലിയാണ് സത്യം. പ്രീതി, ശാലിനി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ... എടി, അങ്ങനെയൊന്നും കരുതല്ലേ. ശാലിനി മാത്രമല്ലല്ലോ മോളെ ഈ ലോകത്ത്. അർജുനെ നിന്നെ ഒന്നിപ്പിക്കുന്ന ഈ വിഷ്ണു എന്ന വാക്കാ. എടി, എന്തെങ്കിലും അവയവത്തെ കുറിച്ച് ആലോചിക്കും മുമ്പേ അത് വേണം നീ ഓർമ്മിക്കാൻ. സോറി ഏട്ടാ. അത് പോട്ടെ. അല്ലടി, ശാലിനിയുടെ അമ്മ ശാരദാമ്മ ഇവിടെ വന്ന് പോകുന്നുണ്ടല്ലോ, അതെന്തിനായിരുന്നു? ശാരദാമ്മയോ? ആ, അത് ഞാൻ കണ്ടില്ലല്ലോ. ശാരദാമ്മ അവര് വന്നത് എന്തിനായിരിക്കും? എല്ലാരും കൂടെ തമാശ കളിക്കല്ലേ. കോളേജ് ഫീസ് 12,000 രൂപ അടയ്ക്കണമെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞിരുന്നതല്ലേ. നാളെ ലാസ്റ്റ് ഡേറ്റാ. അടച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കോളേജിലോട്ട് ചെല്ലണ്ട, അത്ര തന്നെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി, ആ കാശ് അമ്മ തരൂന്ന്. ഞാൻ എവിടുന്ന് കൊടുക്കാനാ ഇത്രയും കാശ്? ഇത് തന്നെയാ കാശ് ചോദിക്കുമ്പോ അമ്മയുടെ സ്ഥിരം പല്ലവി. അവര് ഫീസ് ചോദിക്കുമ്പോ ശാരദാമ്മ തരുമെന്ന് ഞാൻ പറഞ്ഞാ മതിയോ കുഞ്ഞേച്ചി? നീ ഇങ്ങനെ കിടന്ന് ചാടാതെടി. എല്ലാത്തിനും ഇല്ലേ ഒരു സമാധാനം. പണം ശാരദാമ്മയുടെ ബാങ്കിലുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. എന്തോടി, എന്താ അവള് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് അവള് പറഞ്ഞത്? ഓ അത് ശരി. അപ്പൊ എല്ലാരും കൂടെ എന്റെ പഠിത്തം കട്ടപ്പോകയാക്കിന്ന് പറഞ്ഞാ മതിയല്ലോ. മോളെ നീ... എനിക്ക് വയ്യ.
എല്ലാവർക്കും കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ശാരദാമ്മയുടെ ബാങ്ക്. പച്ചക്കറി കടക്കാരനോടും ഇറച്ചി വിൽപ്പനക്കാരനോടും പലചരക്ക് കടക്കാരനോടും വഴക്കടിച്ചുണ്ടാക്കിയ കാശ ഓരോ നാണയവും. ഇതൊന്നും എന്റെ അക്കൗണ്ടിലല്ല, ശാരദാമ്മയുടെ ബാങ്കിലെ ഞാൻ ഇട്ടിരുന്ന. കമോൺ ഗേൾസ്. ചേച്ചി ആ കാരിയർ അങ്ങ് എടുത്തേക്കണേ, ഇവിടത്തെയാ. ആകെ ഉണ്ടായിരുന്ന ആ പിടിവള്ളിയും പോയി. ഇതെങ്ങനെ മോളെ കാരിയർ ആ സാറിന്റെ കയ്യിൽ വന്നത്? അത് ഇവിടുന്ന് പാഴ്സൽ കൊടുത്തു വിട്ടതാ. സ്ഥിരം കസ്റ്റമർ അല്ലേ. ആളെടുക്കുന്നതേ ഇല്ലല്ലോ. എന്തു പറ്റി ഇങ്ങനെ മാറി നിൽക്കാൻ? അല്ല സാറേ, എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ എന്തോ ഉള്ളേന്ന് പറ. ഇവിടെ ഇഡലി, ദോശ, വട, നൂലപ്പം, പുട്ട്, ഉപ്പുമാവ് എല്ലാം റെഡിയല്ലേ? അയ്യോ, അങ്ങനെ കേരള എക്സ്പ്രസ് പോലെ പോണോന്നൊന്നും ഇല്ല. ഇഡലിയും വട എടുത്തു. സാമ്പാറോ ചമ്മന്തിയോ? രണ്ടും പോട്ടെ, അതിനിപ്പോ പ്രത്യേകിച്ച് GST ഒന്നും കൊടുക്കണമെന്നില്ലല്ലോ. ഈ സാറിന്റെ ഒരു കാര്യം. ശാരി, ഇവിടെ ഇഡലിയും വടയും. ആളിപ്പ വരും. ശാന്തേച്ചി, ഇതാ സാറിന് കൊണ്ട് കൊടുത്തേക്ക്. എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്നല്ലേ പറഞ്ഞത്? അതെ സാറേ, സാറിന് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. ഇവിടെ ഉണ്ടെങ്കിൽ തരും നമ്മള്. സുസ്മി മോളോ? ആന്റി, ഒരുപാട് നാളായില്ല മോളെ നിന്നെ ഈ വഴി കണ്ടിട്ട്. എന്താ ഈ നാട്ടിലൊന്നും ഇല്ലേ? ഉണ്ട്. എപ്പോഴും വിചാരിക്കും ആന്റി വരണം. പക്ഷേ വിഷ്ണുവേട്ടന്റെ റെസ്പോൺസ് കാണുമ്പോ വരാൻ തോന്നില്ല. അതാ സത്യം. അതിന് വിഷ്ണുവിന് എന്തു പറ്റി? ഒരു താല്പര്യമില്ലാത്ത മട്ട. ഞാൻ ഫോൺ വിളിച്ചാലും എടുക്കില്ല, തിരിച്ചു വിളിക്കുകയില്ല ഒരിക്കലും. അതാ ഒന്ന് കാണാമെന്ന് വെച്ച് ഇറങ്ങിയത്. അല്ല, ആളില്ലേ ഇവിടെ? അയ്യോ, അവൻ പുറത്തു പോയല്ലോ മോളെ. ആളിവിടെ ഇല്ല. കണ്ടില്ലേ, എനിക്ക് ഒട്ടും ഭാഗ്യമില്ല. ആറ്റുനോറ്റിരുന്ന് ഇവിടെ വരെ വന്നിട്ട് വിഷ്ണുവേട്ടനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഇതാണ് എന്റെ വിഷമം. അതെ, നീ വിഷമിക്കണ്ട മോളെ. വിഷ്ണുവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഞാൻ നിനക്ക് ഒന്നാം തരം ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്റെ മരുമകൾക്ക് മാത്രമായിട്ട് തരാനുള്ളതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.